ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് ഹദ്രാസ് സ്പെഷ്യാലിറ്റീസ്, ഹദ്രാസിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഹദ്രാസ് ഉത്തർപ്രദേശിലെ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്. ഹദ്രാസ് എന്നത് ചരിത്ര പ്രാധാന്യമുള്ളൊരു നഗരം. ഹദ്രാസ് ഉത്തർപ്രദേശിലെ ഇതൊരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 142 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,60,909 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് ഹദ്രാസ് ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഈ നഗരം എന്ന് പറയുന്നത്. ഹദ്രാസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇതൊരു ജാട്ട് തലവൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ 1803 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇവിടെ പിടിച്ചടക്കുകയും 1817 ഈ ജാട്ട് തലവൻ്റെ കോട്ട ബ്രിട്ടീഷുകാർ ഉപരോധിക്കുകയും ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഈ നഗരം വളരുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ നഗരമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഈ ഹദ്രാസ് എന്നത്. അങ്ങനെ അനുദിനം ഡെവലപ്പായി. പിന്നീട് 1997 ഈ നഗരം ഈ ഹദ്രാസ് ജില്ല രൂപീകരിക്കുന്നത് 1997. അതായത് അലിഗഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, മധുരയുടെ കുറച്ച് ഭാഗങ്ങൾ, ആഗ്രയുടെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടി സംയോജിപ്പിച്ച് 1997 മെയ് 3 ഹദ്രാസ് ജില്ല രൂപീകരിക്കുന്നത്. ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ബജ്ര ഭാഷ, അതായത് ഹിന്ദിയോട് സാമ്യമുള്ളൊരു ഭാഷയാണ് ബജ്ര ഭാഷ. അതിന് കാരണം വടക്കേ ഇന്ത്യയിലെ ബജ്ര മേഖലയ്ക്ക് കീഴിലാണ് ഈ നഗരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലൊക്കെ ആളുകൾ കൂടുതൽ സംസാരിക്കുന്ന ബജ്ര ഭാഷ, ഹിന്ദിയോട് കൂടി സാമ്യമുള്ള ആ ഭാഷയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷയെന്ന് പറയുന്നത്. ഹദ്രാസിൻ്റെ അലിഗഡിൽ നിന്നും 36 കിലോമീറ്ററും, മധുരയിൽ നിന്നും 41 കിലോമീറ്ററും, ആഗ്രയിൽ നിന്നും 53 കിലോമീറ്ററും, ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്നും 380 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഹദ്രാസ് ചരിത്ര പ്രാധാന്യമുള്ള ഉത്തർപ്രദേശിൻ്റെ ഒരു നഗരം. അസഫോറ്റിഡ സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പേരും ഈ സിറ്റിക്കുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.